ഇന്നത്തെ കോമഡി മസാലയുടെ വേദിയിലേക്ക് സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു ജസ്റ്റിൻ പൊൻകുന്നം. ജസ്റ്റിൻ, നമസ്കാരം. നമസ്കാരം. റെഡിയാണോ? റെഡിയാ. എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കരുതിയിട്ടുള്ളത്? ഇന്ന് ഞാൻ ആദ്യം ഒരു സീരിയൽ താരത്തിന്റെ ശബ്ദം അനുകരിക്കാം. ഓക്കെ. നമ്മുടെ തട്ടിമുട്ടിയും സീരിയലിലെ അർജുനേട്ടൻ, അദ്ദേഹത്തിന്റെ ശബ്ദം. ഓക്കെ. മോഹനവല്ലി, മോഹനവല്ലി അമ്മ, ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മ? നല്ലതല്ലേ അമ്മ? അമ്മയുടെ ഫോട്ടോ വെക്കാതാ പറഞ്ഞ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ 1500 രൂപ വേണമെന്ന കമലാസനം പറഞ്ഞ്. നല്ലതല്ലേ അമ്മേ? അമ്മ മേഴ്സി, മേഴ്സി അല്ലേ അമ്മേ, മെസ്സി എന്നാ പറഞ്ഞാലേ കന്നുകാലിയുടെ മോഹന്റെ അമ്മയ്ക്ക്. മോഹനവല്ലി വേണ്ട, അമ്മയാ നല്ലത്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ടായിരുന്നോ ജസ്റ്റിൻ? ഇനി അടുത്തത് നമ്മുടെ അമർ അക്ബർ ആന്റണി എന്ന സിനിമയ്ക്കകത്ത് പൃഥ്വിരാജൻ അച്ഛനായിട്ട് കരിങ്കാശി ചേട്ടൻ, അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്. അതൊരു ഒരു ഹിറ്റ് സീനാണ് അല്ലേ? അപ്പൊ പൃഥ്വിരാജ് ഒന്ന് സൈഡിൽ വന്നിരുന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛാ നേഴ്സുമാരൊക്കെ? ഇദ്ദേഹം പറയുന്ന മറുപടി, 1-2 കൊള്ളാം. നൊമ്പരത്തിലെ ദീപിയുടെ പ്രസവം രമേശനാണോ ദിനേശനാണോ നിന്നറിയാം. ചന്തമേടത്തി ഇത് കുറച്ച് ബലാലും കൊട്ടമ്പുള്ളിക്കിട്ട് പറ്റ കലക്കും. അച്ഛനെന്നെ കുടി നിർത്താനെന്ന് പ്രാർത്ഥിക്കണം. പെട്ടെന്നൊന്നും വേണ്ട, ചവരം പോലെ പ്രാർത്ഥിക്കാൻ മതി. ഇനി അടുത്തത് നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയില് അജു വർഗീസിന്റെ ചെറിയൊരു പോർഷൻ. അജു വർഗീസിന്റെ വോയിസ്. എന്റെ പൊന്നു മാമ്പച്ച പരതാരി, നിന്നോട് ഒരു 100-110 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്. ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശാണ് മോനെ. ഇതിൽ നിന്ന് ഞാൻ 5 പൈസ തരില്ല. ഇനി അടുത്തത്. ഇനി മലയാള സിനിമയിലെ ഹാസ്യ ചക്രവർത്തി ഇപ്പോഴും ജഗതി ശ്രീകുമാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പഴയതിലും ഉഷാറായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന്റെ ഓൾഡ് വോയിസ്, പഴയകാലം. കൂട്ടുകൂട്ടാരങ്ങളിൽ കളിയിൽ ഹമ്മാനവാടി പഞ്ചപാണ്ഡവർ രഞ്ജകത്തെ ഛജലിപ്പിച്ച പഞ്ചരക്തത്തിന്റെ തൊഴിൽ നിന്റെ മൃദുല മനോഹരവേദിയിൽ ഹൊടഞ്ഞു തൂക്കിക്കിടക്കാൻ ദാഹമാകുന്നു പ്രിയെ. ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടിയച്ചു പോകാം. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകൂ വഴിയെല്ലാം സീത വരും കൂടെ. നല്ല മൂടല്ലേ? ഓക്കെ, അപ്പൊ ജഗതി ചേട്ടൻ കഴിഞ്ഞു. ഇനി അടുത്തതാരാണ്? അടുത്തത് ശ്രീ ലാലു അലക്സിന്റെ ശബ്ദം. ഓക്കെ. എന്റെ പൊന്നു മോളെ സുസി, നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നും ലിച്ച നിന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നിന്റെ അപ്പന്റെ സ്വത്തും മണവും കണ്ടേച്ചു തന്നെയാ. അധികം തേച്ച് പിടിച്ച് കഴുകും. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടി വെച്ചും പോകാം. എന്റെ അടുത്ത് നിൽക്കുവാൻ യേശുണ്ട്. എല്ലാരും എന്റെ ദുരിതമൊന്നുമില്ല മൗനെടുക്കുമ്പോ ഒരു കമാളോലെ. അവസാനമായിട്ട് ചെറിയൊരു വെടിക്കെട്ടാണ്. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ അപകടമില്ലാത്ത വെടിക്കെട്ടാണ്. ഈ വെടിക്കെട്ടിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എലിവാണമാണ്. മേളി പൊട്ടി പല കളറിലൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3 രാഷ്ട്രീയക്കാരാണ് ഈ എലിവാണം വിടുന്നതെങ്കിൽ അവരുടെ ശബ്ദവുമായിട്ട് ഏകദേശം സാമ്യം കാണും ഈ എലിവാണത്തിന്. ആദ്യമായിട്ട് എലിവാണം വിടാൻ പോകുന്നത് നമ്മുടെ പുതുപ്പള്ളിയിൽ നിന്നും ഉമ്മൻചാണ്ടി സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എലിവാണത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉമ്മൻചാണ്ടി സാർ എലിവാണം വിട്ടാല് ഉറപ്പായിട്ടും അച്യുതാനന്ദ സാറും ഒരു എലിവാണം. അദ്ദേഹം പ്രായമായ ഒരു എലിവാണമാണ്. അപ്പം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ എലിവാണത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രീ അച്യുതാനന്ദൻ സാർ വിടുന്ന എലിവാണം. ഏകദേശം ഇങ്ങനെ ആയിരിക്കും. അവസാനമായിട്ട് എലിവാണം വിടാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ AK ആന്റണി സാറാണ്. അദ്ദേഹത്തിന്റെ
സ്വഭാവം അറിയാം, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒന്നും ആരെ വേദനിപ്പിക്കാത്ത ആളാണ്. നൈസ് സൗണ്ടാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ എലിവാണം കേൾക്കാൻ പറ്റുള്ളൂ. AK ആന്റണി സാറിന്റെ എലിവാണം. താങ്ക് യു. ജസ്റ്റ് പൊളിച്ച് അടിപൊളിയായിരുന്നു. എന്തായാലും ആദ്യം സ്റ്റാർസിന്റെ ഒക്കെ സൗണ്ട് അനുകരിച്ച് അവസാനം ഒരു വെടിക്കെട്ടിൽ കൊണ്ട് നിർത്തി നന്നായി നല്ലോണം ചിരിച്ചു. ആൻഡ് ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ജസ്റ്റിൻ ഇഷ്ടപ്പെട്ടാ? കൈയടിക്കുന്ന ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഉല്ലാസേട്ടാ? ഇഷ്ടപ്പെട്ടാ? ഒന്നും പറയാനില്ല, തകർത്തു, സൂപ്പർ. പിന്നെ രാഷ്ട്രീയത്തിൽ അത് നമുക്ക് കോമഡി ഉണ്ടായിരുന്നു. അതെ, ഒരു പുതുമയുണ്ടായിരുന്നു, ചിരിക്കാൻ അത് തന്നെ എനിക്ക് ഞാൻ പറയാനായിട്ടിരിക്കുകയായിരുന്നു. ശബ്ദം മാത്രമല്ല, നല്ല അവസാനം നല്ല സൂപ്പറായിട്ട് എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു കോമഡി സ്കിറ്റ് പോലായിരുന്നു നമ്മൾ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു. അത് ചിരിക്കാൻ കാരണം AK ആന്റണി സാറിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സംഭാഷണവും അദ്ദേഹത്തിന്റെ രീതി അറിയാവുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അത് വന്നപ്പോഴാണ് ഏറ്റവും ഫൈനലി അത് ചെയ്തു. എല്ലാവരും അപ്പൊ ഗംഭീരമായിട്ടുണ്ടായിരുന്നു ജസ്റ്റിൻ. ജസ്റ്റിന് ഒരു മാസ്റ്റർ പീസ് ആണെന്ന് കേട്ടിട്ടുള്ളത് കമലഹാസൻ സാറിന്റെ ശബ്ദമാണ്. കമലഹാസൻ സാറിന്റെ പഴയകാല വോയിസ് ആണ്. തെനാലി എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ജയറാമായിട്ട് ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ ജയറാമേട്ടൻ അടുത്ത് വന്നിട്ട് കമലഹാസൻ തന്റെ വിഷമം പറയുന്ന ഒരു സീനുണ്ട്, ഒരു സെന്റിമെന്റ്സ്. അറിയാം. ഡോക്ടർ, என் பேரு தெனாலி. நானும் அம்மா சிலோனில் இருந்து வந்தாள். சின்ன வயசுல எல்லாரும் சொல்லியிருக்கு நான் பைத்தியக்காரன். எல்லாருக்கும் சிவமயம்தான், எனக்கு பயம்தான் டாக்டர். எலி பயம், புலி பயம், நாடு பயம், எல்லாரும் சொல்லிட்டு இருக்கேன் டாக்டர் பைத்தியக்காரன். ஒரு ஒற்றை இன்ஜெக்ஷன் போதும் டாக்டர். போதும் டாக்ടർ. താങ്ക് യു. അസലായി ജസ്റ്റിൻ, ഗംഭീര പെർഫോമൻസ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേജിൽ വന്ന് നമ്മുടെ ഓഡിയൻസിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഒക്കെ കയ്യിലെടുത്ത ജസ്റ്റിന് ഒരു ഗംഭീര കയ്യടി കൂടി. സന്തോഷം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.